GST പരിഷ്കരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. 2025 ഏറ്റവും വലിയ സാമ്പത്തിക പുനഃക്രമീകരണമാണ് നടന്നിരിക്കുന്നത്. വലിയ തോതിൽ സാധനങ്ങൾക്ക് വില കുറഞ്ഞിരിക്കുന്നു. വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും വലിയ രീതിയിലുള്ള ലാഭമുണ്ടാകുന്നു. അവർക്ക് ഒരുപാട് ഗുണം ലഭ്യമാകുന്നു. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലാണ്. ഈ പറയുന്ന ആൾക്കാർ എല്ലായ്പ്പോഴും GSTയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം മാറിക്കാണുമോ? ഈ GST കൊണ്ടുവന്ന സമയത്ത് തന്നെ GST കൗൺസിൽ അതിൻ്റെ നടപടികൾ ആരംഭിച്ച് GST സംവിധാനം രാജ്യത്ത് ഒറ്റ ടാക്സ് സംവിധാനം വന്ന സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളും, നേരത്തെ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ശക്തമായി GST പരിഷ്കരണങ്ങളെ എതിർക്കുകയും GST കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് ഒരു കൊല്ലം 1.5 കൊല്ലക്കാലത്തെ കാലയളവിനുള്ളിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. GST കൊണ്ട് കേരളത്തിന് ഗുണമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് കേരളത്തിന് ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാൽ വന്നതിന് ശേഷം വലിയ തരത്തിൽ കേരളത്തിന് GST നഷ്ടമുണ്ടായി എന്ന് വലിയ പ്രചരണം നടത്തി. ഉദാഹരണത്തിന് 56,000 കോടി രൂപയോളം കേരളത്തിന് GST നഷ്ടമുണ്ടായി എന്ന് വലിയ കള്ളപ്രചരണം ആദ്യം നടത്തി. പല സംസ്ഥാനങ്ങളും അതിന് ചുവട് പിടിച്ചുകൊണ്ട് ആ തരത്തിൽ രംഗത്ത് വന്നു. തമിഴ്നാട് അടക്കമുള്ള ആളുകൾ ആ തരത്തിൽ രംഗത്ത് വന്നു, പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ യാഥാർത്ഥ്യം GST കൗൺസിലിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്രമല്ല, GST കൗൺസിലാണല്ലോ. അതിലെല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ പ്രാതിനിധ്യമുണ്ട്. അവരുടെ കോമൺ ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കരണങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ GSTയുടെ സ്ലാബ് ആദ്യം തീരുമാനിച്ചപ്പോൾ അത് 12%, 28% ഒക്കെ ആയിട്ട് അതിൻ്റെ ടാക്സുകൾ നിജപ്പെടുത്തുക, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ടാക്സുകൾ ഏർപ്പെടുത്തുക, പല വസ്തുക്കളെ സംബന്ധിച്ചും അതിൻ്റെ ടാക്സ് കൂടുതലാണ് എന്നൊരു അഭിപ്രായം നേരത്തെ വന്നു. പിന്നെ നിരവധി ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ, ഇപ്പം നമ്മൾ പറയാറുള്ളത് പൊറോട്ടയ്ക്ക് വരെ ടാക്സ് ഏർപ്പെടുത്തി എന്ന് പറയുന്ന പോലെ തന്നെ പഴംപൊരിക്ക് ടാക്സ് ഏർപ്പെടുത്തി എന്ന് പറയുന്ന പോലെ പല സ്നാക്സ് അടക്കമുള്ള ബേക്കറി ഐറ്റംസിനടക്കം ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോയി. ഇതെല്ലാം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നതല്ല, എല്ലാ ഗവൺമെൻറ്റുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന GST കൗൺസിലിൻ്റെ പൊതുവായിട്ടുള്ള തീരുമാനത്തിൻ്റെ അംഗീകാരത്തിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ആ തരത്തിൽ GST സ്ലാബുകൾ മാറുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ നികുതി ഇളവുകൾ ലഭിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വച്ചു. അത് രാജ്യത്ത് പരിഷ്കരിക്കപ്പെടും എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് വിശദമായിട്ടുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ കൂടിയാലോചനകൾക്കും എല്ലാം ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ കഴിഞ്ഞ GST കൗൺസിലിൻ്റെ യോഗത്തിൽ പൊതുവായി ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ 5%-ലേക്കും 18%-ലേക്കും അതിൻ്റെ സ്ലാബുകൾ നിജപ്പെടുത്തി എന്നുള്ളതാണ്. 12% സ്ലാബ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ചില വസ്തുക്കൾക്ക് ടാക്സ് കൂടുതൽ ഏർപ്പെടുത്തി. ഉദാഹരണത്തിന് ദൈനംദിനം മനുഷ്യൻ്റെ ഉപഭോഗ വസ്തുക്കളുടെ ഭാഗമല്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഹുഡ്ക പോലെ, സിഗരറ്റ് പോലെ മറ്റ് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പാനീയങ്ങളടക്കം, അതായത് കളേർഡ് ആയിട്ടുള്ള പാനീയങ്ങളടക്കമുള്ള പല പാനീയങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾക്കെല്ലാം ടാക്സ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ദൈനംദിനം ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾക്കെല്ലാം വില കുറഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യമേഖല, മരുന്നുൽപ്പന്നങ്ങൾക്ക് വളരെ GST ഒഴിവാക്കുന്ന തരത്തിലേക്ക് മാറി പലതിൻ്റെ. 99% ദൈനംദിന ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വസ്തുക്കളെല്ലാം ടാക്സ് ഫ്രീ ആയി മാറി എന്നുള്ളത് GSTയിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുക, ദൈനംദിനം അവർക്ക് ഉപയോഗിക്കുന്ന അവരുടെ വിനിമയ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഒപ്പം തന്നെ പൊതു ടാക്സ് സംവിധാനം നിലവിൽ വന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന അവരുടെ ഒരു പരാതി ഒഴിവാകുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ കേരളം എത്രയോ ഘട്ടങ്ങളിൽ കേന്ദ്രത്തിനെതിരെ സമരവുമായി മുന്നോട്ട് പോയി, കോടതിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. കോടതിയിൽ പോയപ്പോൾ ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? കേരളത്തിന് നികുതി വിഹിതം കിട്ടാനുണ്ട് എന്ന് പ്രചരണം നടത്തി. കോടതിയിൽ പോയപ്പോൾ അതായിരുന്നില്ല. കോടതിയിൽ പോയി ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ലോൺ എടുക്കണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിൽ കള്ളപ്രചരണങ്ങൾ, GSTയെ സംബന്ധിച്ചിട്ടുള്ള കള്ളപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഉദാഹരണത്തിന് സംസ്ഥാന സർക്കാർ ഇത്രയൊക്കെ പ്രചരണം നടത്തിയിട്ടും, ഇത്ര വലിയ പ്രചരണങ്ങൾ മന്ത്രിമാരെയൊക്കെ ഉപയോഗിച്ച് നടത്തിയിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിനെതിരെ ഒരു സമരവുമായി രംഗത്ത് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അത് വളരെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സാധാരണ നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിലൊക്കെ, നമ്മളൊക്കെ ചെറുപ്പക്കാരായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു 15-20 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെട്രോളിന് ഒരു 5 രൂപ വർദ്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ 5 പൈസ വർദ്ധിപ്പിച്ചാൽ നിരന്തരമായി സമരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബസ് ചാർജ്
₹1 വർദ്ധിപ്പിച്ചാൽ 50 പൈസ വർദ്ധിപ്പിച്ചാൽ സമരം നടക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ നികുതി ഘടന പരിഷ്കരിച്ച് അത് ഒറ്റ സ്ലാബിലേക്കോ അതല്ലെങ്കിൽ സ്ലാബ് സിസ്റ്റത്തിലേക്കോ മാറി സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ വിഹിതം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ നഷ്ടം, സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടത്തെ, ഇപ്പോൾ കേരളമടക്കം ഉള്ള സംസ്ഥാനങ്ങൾ ആരോപണം ഉന്നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നികുതി ഇനത്തിൽ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ നഷ്ടം നികത്താനായിട്ടുള്ള പദ്ധതിയും GST ഉണ്ടായിരുന്നു. കേരളത്തിന് അങ്ങനെയാണ് 56,000 കോടി രൂപ കേരളത്തിന് പല ഘട്ടങ്ങളിലായി 5 വർഷക്കാലം കൊണ്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു, വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളെ പാർട്ടികൾ തള്ളിക്കളഞ്ഞു. ഉദാഹരണത്തിന് മന്ത്രിമാർ ഈ പ്രസ്താവനയൊക്കെ നടത്തുമ്പോഴും പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വസ്തുതകൾ മറ്റൊന്നാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ സർക്കാർ ഒരു പ്രചരണം നടത്തുമ്പോൾ പോലും അത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. അതിൽ വസ്തുതയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ BJPക്കെതിരെയുള്ള ആരോപണമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ആരോപണമാണെന്ന് വിചാരിക്കുക, അതിൽ കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കണ്ടേ ആ പ്രചരണത്തെ? അത് ഏറ്റെടുത്തിട്ടില്ല കേരളത്തിൽ. അതിൻ്റെ കാരണവും വസ്തുത സംസ്ഥാനത്തിൻ്റെ കള്ളപ്രചരണമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട ചർച്ച, ഇപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ പുതുതായി കൊണ്ടുവന്ന, ഇപ്പോൾ ഇന്നലെ മുതൽ നടപ്പിലായിട്ടുള്ള GST പരിഷ്കരണത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ലോട്ടറിയാണ്. ലോട്ടറിക്ക് നികുതി വർദ്ധിപ്പിച്ചു, 40% വർദ്ധിപ്പിച്ചു. അതെവിടെയാണ് നഷ്ടമുണ്ടാകുന്നത്? അത് നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ലോട്ടറി ഏജൻസിന് നഷ്ടമുണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്ന ലോട്ടറിയുടെ പൈസ കുറയ്ക്കില്ല. സാധാരണക്കാർ ലോട്ടറി വാങ്ങുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഭാരം ഞങ്ങൾ കൊടുക്കില്ല. പിന്നെ എവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്? ഈ ലോട്ടറി ഏജൻസിന് കൊടുക്കുന്ന കമ്മീഷനിൽ കുറവുണ്ടാകാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതാര് വഹിക്കേണ്ടതായിരുന്നു? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിന് കിട്ടുന്ന വിഹിതവും കുറയുകയാണല്ലോ. സംസ്ഥാനത്തിന് വിഹിതം കിട്ടുന്നതും കുറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിന് വിഹിതം കുറയും. അപ്പോൾ കേന്ദ്രത്തിന് വിഹിതം കുറയുന്നത് നഷ്ടം സഹിച്ചുകൊണ്ടാണ് കേന്ദ്രം പല പദ്ധതികൾക്കും പല സംവിധാനങ്ങൾക്കും GSTയിൽ നിന്ന് ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ GST വിഹിതം നിരക്ക് കുറയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അതിൻ്റെ വിഹിതം ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കില്ല, അതിന് നഷ്ടമുണ്ടാക്കില്ല എന്ന് പറയുക. മറുഭാഗത്ത് നഷ്ടം ആർക്കുണ്ടാക്കും? ലക്ഷക്കണക്കിന് വരുന്ന ഏജൻസിന് അതുണ്ടാക്കും. അപ്പോൾ അത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കണ്ടേ? അപ്പോൾ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഗുണത്തെ അവിടെ തടയുകയാണ്. ഇപ്പോൾ അത് നടക്കാത്ത സ്ഥിതിയിലായി. ഇപ്പോൾ സാധാരണക്കാർക്ക് GST പരിഷ്കരണത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പോർട്ടലിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. ഉദാഹരണത്തിന് നമ്മളൊരു കുപ്പി വെള്ളം 15 രൂപയ്ക്കോ 10 രൂപയ്ക്കോ വാങ്ങുമ്പോൾ അതിൻ്റെ GST 18% 22% ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കൾക്കും 5%ലേക്കും 18%ലേക്കും ക്രമീകരിച്ചതോടുകൂടി അതിൻ്റെ ഗുണം നേരിട്ട് ബില്ലിങ്ങിൽ ലഭിക്കുന്നത് ഇന്നലെ മുതൽ നടപ്പായി. അത് പിന്നീടൊരു മാറ്റിവെക്കുന്ന സാഹചര്യമില്ല, ഇന്നലെ മുതൽ നടപ്പായി. അപ്പോൾ GSTയുടെ പ്രയോജനം സാധാരണക്കാർക്ക് നേരിട്ട്, അത് 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും, ഇനി വാഹനങ്ങളിലേക്ക് വന്നാൽ വലിയ തരത്തിലാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. വാഹനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ വിൽപ്പന നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 90% വരുന്ന പൊതു ഉപഭോഗ വസ്തുക്കൾ അതെല്ലാം ഈ GSTയുടെ നിരക്കിൻ്റെ ഗുണഭോക്താക്കളായി മാറി എന്നുള്ളതാണ്. മെഡിക്കൽ മേഖല, ഇൻഷുറൻസ് മേഖല, സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് അവരെ ബാധിക്കുന്ന വിഷയമാണ്. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മെഡിക്കൽ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ മെഡിസിൻസിനുള്ള ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ വസ്തുക്കളുടെ ടാക്സ് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ബജറ്റ്, അവരുടെ കുടുംബ ബജറ്റ് അതിൽ വലിയ ആശ്വാസം നൽകുന്നതും കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ടൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക നയത്തിൻ്റെ ചൂണ്ടുപലക കൂടിയാണ്. വികസനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഘട്ടങ്ങളിൽ ഒപ്പം തന്നെ സാധാരണക്കാർക്ക് വികസനത്തിൻ്റെ പ്രയോജനം നേരിട്ട് എങ്ങനെയാണ് ലഭിക്കുന്നത്? വികസനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് നേരിട്ടും അല്ലാതെയുമാണ്. ഇത് നേരിട്ട് ലഭിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു റോഡ് ഉണ്ടാകുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, റോഡിലൂടെ യാത്ര ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്കതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നു. പക്ഷെ അത് നേരിട്ട് നമ്മളെ ഒരു ദിവസം ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സമയത്തിന് നേരത്തെ എത്താൻ പറ്റുന്നുണ്ടാകാം, അതല്ലെങ്കിൽ നല്ല റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. പക്ഷെ മോണിറ്ററി ടേംസിൽ അത് നേരിട്ട് ആളുകളെ ബാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അത് ആളുകൾക്ക്, ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവർ വാങ്ങുന്ന 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു വസ്തുവിന് 20 രൂപയും 25 രൂപയും കൂടുതൽ കൊടുക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അത് 2 രൂപയിലേക്കും 5 രൂപയിലേക്കും 10 രൂപയിലേക്കെല്ലാം താന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ
ഒരു 10 രൂപ മുതൽ 15 രൂപയും 20 രൂപയും വരെ ഒരു വസ്തുവിന് സ്വാഭാവികമായും കുറവ് വരുന്നു. ഒപ്പം തന്നെ ചില വസ്തുക്കൾക്ക് ടാക്സേ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മാറുന്നു. ഇത് വലിയ തരത്തിൽ സാധാരണക്കാർ അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം ആരോഗ്യ മേഖലയിലും അത് പ്രതിഫലിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.